ഈ നാടിന്റെ നന്മയ്ക്കായി നാട്ടിലേവർക്കും ശാശ്വതമായ സമാധാനത്തിനു വേണ്ടി ജാതിമത രാഷ്ട്രീയങ്ങൾ മറന്ന് ഈ മണ്ണിൽ കഠിനാധ്വാനം ചെയ്ത് പൊന്നു വിളയിച്ച് ദാരിദ്ര്യത്തിൽ ഉരുകിത്തുടങ്ങിയ നാടിനെയും നാട്ടുകാരെയും പട്ടിണിയിൽ നിന്നും നാടിനെ നേരിടുന്ന ഏതാപത്തിൽ നിന്നും രക്ഷിക്കുമെന്ന് ഇതിനാൽ ഞങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ആയിരപ്പറ സിന്ദാബാദ്, ആയിരപ്പറ സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, ആയിരപ്പറ സിന്ദാബാദ്. സുഹൃത്തുക്കളെ, ചെട്ടിയാര് കൂലിക്കെടുത്ത വാടക ഗുണ്ടകളായിട്ടാണ് നിങ്ങൾ ആയിരപ്പറയിൽ കാലുകുത്തുന്നതെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളാണ് ഞങ്ങൾ. ജോലി ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളികളായിട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ നിങ്ങളുടെ മിത്രങ്ങളാണ് ഞങ്ങൾ. ഈ പാടത്ത് വിളയുന്ന ഒരു മണി നെല്ല് പോലും ഈ നാട്ടിൽ ആർക്കും ഒന്നും കിട്ടുന്നില്ല. റേഷൻ ഡിപ്പോകളിൽ ക്യൂ നിന്നാണ് അന്നമൂട്ടുമേടയിൽ പോലും അത്താഴക്കഞ്ഞി വിളമ്പുന്നത്. ഈ പാടശേഖരത്ത് വീണ്ടും പണി ചെയ്ത് നാടിനെ സമൃദ്ധിയിലേക്ക് ഉയർത്താൻ നാട്ടുകാരുടെ ഭൂമി നാട്ടുകാർ തന്നെ തിരിച്ചെടുക്കുക. ശരി ഞങ്ങളുടെ ഭാഗത്താണെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കുക. ചെട്ടിയാരുടെ കള്ളക്കാശിന്റെ അഹങ്കാരമാണ് ശരിയെങ്കിൽ മുന്നോട്ട് വന്ന് ഞങ്ങളെ നേരിടുക. തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം. ക്രിസ്തുമസ് കഴിഞ്ഞിട്ട് പോരെ ശബരി സമരവും വിപ്ലവവും ഒക്കെ? അതെന്നാച്ചോ? ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദിവസങ്ങളിൽ ഇതൊക്കെ വേണോ? ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദിവസങ്ങളും അച്ഛന് തന്നെ ഈ പറയുന്നത്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഇനി നാട്ടിലുണ്ടോ? ക്രിസ്മസിന് 2 ദിവസം സമാധാനം, ഓണത്തിനും വിഷുവിനും 2 ദിവസം സമാധാനം, റംസാനും ബക്രീഡിനും 2 ദിവസം സമാധാനം. പള്ളികൾക്കും അമ്പലങ്ങൾക്കും ഇത്രയും സമാധാനം മതിയായിരിക്കും. പക്ഷേ നാട്ടുകാർക്ക് അത് പോരാ. ദേവാലയങ്ങളെ തള്ളി പറയരുത് ശൗരി. ഞാൻ പറഞ്ഞില്ലല്ലോ അച്ചോ. പള്ളി കമ്മിറ്റിക്കാരെ നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ ശൗരിയോട് ഈ കാര്യം പറഞ്ഞത്. കർത്താവ് നിർബന്ധിച്ചില്ലല്ലോ. കർത്താവിനേക്കാൾ വലുതാണോ പള്ളി കമ്മിറ്റി? ഓരോ അടവും നോക്കുക ആ ചാക്കോ. നാട്ടുകാരെ പണയം വെച്ച് ചെട്ടിയാരെ എച്ചിൽ സമ്പാദിച്ചു കൂട്ടിയല്ല അയാള്. കള്ളക്കാശിട്ട് കാണിക്ക വഞ്ചി നിറക്കുന്നവനൊക്കെ പിടിച്ച് പള്ളി കമ്മിറ്റിക്കാരനാക്കിയാൽ കർത്താവ് പറയുന്നത് കേൾക്കാൻ അച്ഛന് നേരം കിട്ടത്തില്ല. വേദനിക്കുന്നവരോടൊപ്പം നിൽക്കുന്നതാണ് കർത്താവിന് ഇഷ്ടമെങ്കിൽ അച്ഛൻ ഞങ്ങളോടൊപ്പം നിൽക്കും. വേദനിപ്പിക്കുന്നവരോടൊപ്പം നിൽക്കുന്നതാണ് ശരിയെങ്കിൽ അച്ഛൻ അവരോടൊപ്പം നിൽക്കും. നീ പറയുന്നതൊക്കെ നേരാ. ക്രിസ്തുമസ് കഴിഞ്ഞിട്ട് പോരെന്നേ ഞാൻ ചോദിച്ചുള്ളൂ. പോരച്ചോ, അനുസരണക്കേടാണെന്ന് വിചാരിക്കരുത്. നാട്ടുകാർ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയിരിക്കുക. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ക്രിസ്മസിന് മുമ്പ് എല്ലാം നേരെയാവും. ആയിരപ്പറ പാടത്ത് സംഘം ചേരുന്നത് നിരോധിച്ചുകൊണ്ട് കളക്ടർ ഉത്തരവായിരിക്കുന്നു. കൂട്ടം കൂടിയെന്ന് സംസാരിക്കാനോ ജാഥ നയിക്കാനോ പാടില്ല. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുന്നതാണ്. ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ മുതലാളി. எல்லாம் 2 நாளைக்கு தான் வைக்கல. இவனெல்லாம் பட்டினி கிடக்கும்போ ഈ சட்டமா சோறு கொடுத்தது எல்லாம் செட்டியாரோட பணமானோ? അത് ശരിയാ മുതലാളി. எனக்கெதிரா கோஷம் போடுறானுங்க. അവന്റെ സിന്ദാബാദ് വിടരുത് മുതലാളി. ஏய் நான் என்ன கொலைக்கத்தான் செய்யும். கொலைக்கிட்டுமே விசக்கும்போ வாலாட்டிக்கிட்டு விடதான் வரணும். அது அறியோ? തന്നേ തീരൂ, തന്നേ തീരൂ, ക്രിസ്മസ് റേഷൻ തന്നേ തീരൂ, തന്നേ തീരൂ, തന്നേ തീരൂ, ക്രിസ്മസ് റേഷൻ തന്നേ തീരൂ, തന്നേ തീരൂ, തന്നേ തീരൂ, ക്രിസ്മസ് റേഷൻ തന്നേ തീരൂ. ഇവന്റെ മുമ്പ് മുദ്രാവാക്യം വിളിക്കാൻ ഇവനാരാ? ഭക്ഷ്യമന്ത്രിയോ? ജോയി, ഈ റേഷനൊക്കെ എവിടെയാ കൊണ്ട് വെച്ചിരിക്കുന്നേ? ഇതെന്നാ വർത്തമാനേ പറഞ്ഞ? റേഷൻ വന്നാൽ ഞാൻ തരത്തില്ലയോ? ക്രിസ്മസ് റേഷൻ വരുന്നതിന് മുമ്പ് ക്രിസ്മസ് നക്ഷത്രം ഇങ്ങ് പോന്നു. അല്ലൂടാ ജോയിയെ? നക്ഷത്രം ഞാൻ വാങ്ങിച്ചിട്ടാ. റേഷൻ എനിക്ക് വാങ്ങിച്ചു തരാൻ പറ്റില്ലല്ലോ. എന്നത്തേക്ക് വരും? അത് അവനോട് ചോദിച്ചാൽ അവനെങ്ങനെ പറയാനാ ഭാനുവേ? സർക്കാരല്ലയോ റേഷൻ തരുന്നത്? ചാക്ക് കെട്ട് ലോറിയിലോട്ട് കയറ്റും. ആലപ്പുഴയോ ചങ്ങനാശ്ശേരിയിലോ കൊണ്ടുവന്ന് ബോട്ടിലോട്ട് കയറ്റും. പൊന്നൂച്ചട്ടിയുടെ ബോട്ടല്ലയോ, വെള്ളത്തിലൂടെ അല്ലയോ വരുന്നത്. ബോട്ട് ചിലപ്പോ വെള്ളത്തിൽ മുങ്ങിന്ന് വരാം. അഥവാ ബോട്ട് മുങ്ങിയില്ലെങ്കിലും ചാക്ക് കെട്ട് മുങ്ങും. മുങ്ങി അതാ സംഭവിച്ചിരിക്കുന്നത്. അതിനിപ്പോ ഞാൻ എന്നാ പിഴച്ചെന്നാ? നീ പണ്ടേ പിഴയാ, നിന്റെ കുടുംബത്തോടെ പിഴയാ. നാളെ കാലത്ത് റേഷൻ കിട്ടിയില്ലെങ്കിലേ ഈ കട ഞങ്ങൾ കത്തിക്കും. കടയായിട്ട് എന്തിനാ എന്നെ കൂട്ടിട്ടാ കത്തിച്ചോ? എന്റെ ശൗരിച്ചായ ക്രിസ്മസാ, നമുക്ക് പട്ടിണി കിടക്കാം. വീട്ടുകാരെ പട്ടിണി കിടാൻ പറ്റുകയല്ല. ആണ്ടിലൊരിക്കലാ വീട്ടിലൊരു ചിരിയും സന്തോഷമൊക്കെ. അതും കൂടെ ഇല്ലാതായാലും എല്ലാ ആവേശവും പോകും. അരിയും ഗോതമ്പും പഞ്ചാരയൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ തോപ്പിക്കാൻ വേണ്ടി ഒതുക്കി വെച്ചിരിക്കുക ചെട്ടിയാര്.
സീക്കിരം അടുക്കണ്ണാച്ചി മറ്റേ 500 രൂപ കൂടി കൊണ്ടുവരണ്ടാമാ. അത് മാത്രം പിന്നെ കേവളത്തിൽ കിടക്കത്തോ? ശ്ശോ, ഒന്ന് വേഗം ആട്ടോ. വക്കീലേ, കൊപ്രാപ്പരെ റേഷനറി അല്ലേ? അടിക്കലാമാരെ. വരട്ടെ വരട്ടെ, നിക്ക് നിക്ക്. ഞങ്ങളുടെ കൂടെ വേറെ ഒരാൾ കൂടെ ഉണ്ട്. സാറായിരുന്നു. ആ ചെട്ടിയാർ എവിടെ ഉണ്ടോ? இந்த மாதிரி ஒரு சின்ன விஷயத்துல எல்லாம் நான் தலையிடுறது இல்ல சார். நான் ஒரு வெளியூர்காரன். அதனால என் மேல இவங்களுக்கெல்லாம் நம்பிக்கை இல்ல. கிறிஸ்மஸுக்கு ஒருபாடு நாள் உண்டല്ലോ. அதனால அரிசியெல்லாம் கெட்டு போகாம இருக்கட்டுமேன்னு நம்ம கூடல்ல வச்சிருந்தேன். കഴിഞ്ഞതൊക്കെ പോട്ടെ. ചെട്ടിയാര് പറഞ്ഞത് മുഖവിലിക്കെടുക്കുന്നു. മേലിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല. ആവർത്തിച്ച നിയമപരമായി നടപടിയെടുക്കും. இந்த வரடா, ஒன்னாலதான் செட்டியாருக்கு கெட்ட பேரானும். ഞാനാകുന്നു ജീവന്റെ അപ്പം. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നു. എന്റെ അടുത്ത് വരുന്നവർക്ക് ആർക്കും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ആർക്കും ദാഹിക്കുകയുമില്ല എന്ന് പറഞ്ഞ കർത്താവിൽ വിശ്വസിക്കുന്ന നീയാണോ ചാക്കോ ക്രിസ്തുമസിന് വന്ന റേഷൻ അരി പൂഴ്ത്തിവെക്കാൻ കൂട്ടുനിന്നത്? അച്ഛൻ അവിടെ ഇരി. ഇത് പള്ളിയല്ല ബൈബിളിന്റെ കാര്യം പറയാൻ. പള്ളിക്ക് മാത്രമായിട്ടൊരു ബൈബിൾ ഇല്ല ചാക്കോ, ഖുർആനും ഇല്ല. അല്ലേ ബഷീർ സാറേ? കൈമളദ്ദേഹം പറഞ്ഞാട്ടെ, പൂജാമുറിയിൽ വായിച്ചു തീർക്കാനുള്ള 2 പുസ്തകങ്ങൾ മാത്രമാണോ രാമായണവും ഭഗവത്ഗീതയും? ഒരിക്കലും അല്ലച്ചു. അപ്പൊ ദൈവവചനങ്ങൾ ദേവാലയങ്ങളിൽ മാത്രം പൂഴ്ത്തിവെക്കുന്ന നീയൊക്കെ അരിയല്ല ദൈവങ്ങളെ വരെ പൂഴ്ത്തിവെക്കാൻ പഠിക്കില്ല. ഒത്തു കിട്ടിയാൽ മറിച്ച് വിൽക്കുകയും ചെയ്യും. ചെട്ടിയാരെ, ആയിരപ്പറ പാടം കൃഷിക്കാർക്ക് തിരികെ വിട്ടുകൊടുക്കണം. തിരികെ കൊടുക്കണമെന്നുണ്ടെങ്കിലേ മുതലാളിയുടെ കയ്യിൽ നിന്ന് നാട്ടുകാർ മേടിച്ച കാശ് പലിശ സഹിതം തിരിച്ചു കൊടുക്കണം. ചെട്ടിയാർ കയ്യിൽ നിന്ന് നാട്ടുകാർ കാശ് വാങ്ങിച്ചതിന് രേഖയുണ്ടോ? ഉണ്ടല്ലോ. ദേ, ഇതാണ് രേഖ. പ്രോമിസറി നോട്ടുകൾ. ഒന്ന് കാണട്ടെ. ഇത് അന്യായമാണ്. നക്കാപ്പിച്ച കാശിന് നാട്ടുകാരെ തള്ളവരെ വധിപ്പിച്ച് ആയിരപ്പുറ പാടശേഖരം ചെട്ടിയാർക്ക് ഒറ്റുകൊടുപ്പിച്ചത് അന്യായം. മന്ത്രിയായിരുന്നു സാക്ഷി. ഇതിന് മാത്രമല്ല, ഇന്നലെ ചെട്ടിയാരെ ഗോഡൌണിൽ കണ്ട റേഷനറി ചാക്കുകൾക്കും ശിക്ഷ അറിയാമല്ലോ വക്കീലിന്. ചെട്ടിയാരെ, നമുക്കൊരു തീരുമാനത്തിലെത്താം. ആയിരപ്പറ പാടശേഖരം കൈമൾ അദ്ദേഹവും അച്ഛനും ഉൾപ്പെട്ട നാട്ടുകാരൊരു ട്രസ്റ്റ് ആക്കണം. ഒന്നിച്ച് കൃഷി ചെയ്യുക. ഒരു അരിക്കച്ചവടക്കാരൻ എന്ന നിലയ്ക്ക് നാട്ടിൽ നിന്ന് അരി വിലക്കെടുക്കാനുള്ള സ്വാതന്ത്ര്യം ചെട്ടിയാർക്ക് നിഷേധിക്കരുത്. കർഷക സംഘം ജിന്ദാബാദ്.